റമദാൻ 10 ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിവസമാണ്. അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ എന്നതിനപ്പുറത്ത് എല്ലാമായിരുന്നു എന്ന് വേണം പറയാൻ. ഉമ്മയില്ലാതെ വളർന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയായും ഏറ്റവും നല്ല ഭാര്യയായും ഒരു സഹോദരിയായും ഒരു ഇത്താത്തയായും എല്ലാ നിലക്കും ഒരു മെന്ററായും ഒക്കെ നിലകൊണ്ട മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചിങ്ങോട്ടും സ്നേഹിച്ചത് അത്രമേൽ വലിയ സ്നേഹമാണ്. അവിടുന്ന് ബീവി വഫാത്തായപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചതുപോലെ മറ്റൊരു ഘട്ടത്തിലും അവിടുന്ന് വിഷമിച്ചിട്ടില്ല എന്ന് സ്വഹാബത്ത് വിവരിക്കുന്നത് കാണാൻ കഴിയും. പിന്നീട് വഫാത്തിന് ശേഷവും അവിടുത്തെ കൂട്ടുകാരികൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതൊക്കെ ആ സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ ആയിഷ ബീവി ഒരിക്കൽ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏക കന്യകയായ ഭാര്യ ഞാനാണ്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എൻ്റെ ഏക കന്യകയായ ഭാര്യ നിങ്ങളാണ്, അത് ശരിയാണ്. പക്ഷേ ഞാൻ കന്യകനായിരിക്കെ ഞാൻ വിവാഹം ചെയ്തത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന സംസാരമാണ്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് ഇസ്ലാമിന് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം അവിടുന്ന് ഉള്ളതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാൻ. എന്തിനാണ് നൽകുന്നത്? അന്ന് ദീനിനു വേണ്ടി സമർപ്പിക്കാൻ ആളുകൾ കുറവാണ്. ആരുമില്ലാത്ത കാലത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്തും ശരീരവും സമയവും അധ്വാനവും ആരോഗ്യവും എല്ലാം സമർപ്പിച്ച ബീവിയാണ്. ബീവി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചിങ്ങോട്ടും വലിയ സ്നേഹമാണ് കാഴ്ചവെച്ചത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ റമദാനിലേക്ക് ഇതിനെ കൂട്ടിച്ചേർത്തി വായിക്കുമ്പോൾ ബീവി റമദാനിലെ നോമ്പ് ഫർളാക്കപ്പെടുന്നതിന്റെ മുമ്പ് വഫാത്തായ ആളാണ്. അതുപോലെ തന്നെ നിസ്കാരം ഫർളാക്കപ്പെടുന്നതിന്റെ മുമ്പ് വഫാത്തായ ആളാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിർബന്ധമാക്കപ്പെട്ട നോമ്പും നിസ്കാരവും ഒന്നും ബീവി നിർവഹിച്ചിട്ടില്ല എന്ന് ചുരുക്കം. പക്ഷേ അത് നിർവഹിച്ചവരെക്കാളും എത്രയോ മടങ്ങ് ഇരട്ടി മുകളിലാണ് ബീവിയുടെ സ്ഥാനമുള്ളത്. എന്തുകൊണ്ടാണ് ആ സ്ഥാനം കിട്ടിയത്? അത് ഈ രൂപത്തിലുള്ള മഹബത്ത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും മാത്രമല്ല, ആ നോമ്പും നിസ്കാരവും ഒക്കെ ഉണ്ടാകേണ്ടത് ഈ മഹബത്തിൽ നിന്നാണ്, ഈമാനിൽ നിന്നാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഈമാനൻ വഹ്തിസാബ, നോമ്പെടുക്കേണ്ടതും നിസ്കരിക്കേണ്ടതൊക്കെ അങ്ങേയറ്റത്തെ ഈമാനിൽ നിന്നാണ്. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ബേസാണ്. മഹബത്തില്ലാതെ ഒരിക്കലും നമുക്ക് ഈമാൻ ഉണ്ടാവില്ല. അപ്പൊ ഈ റമദാനിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, ഇസ്ലാം കൽപ്പിച്ച ഏത് കാര്യം, അത് നോമ്പാവട്ടെ, നിസ്കാരാകട്ടെ, ഹജ്ജാവട്ടെ, അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സുണ്ടാകേണ്ടത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എനിക്ക് ഫർളാക്കപ്പെട്ടതാണ്. ആ രണ്ടു പേരും എൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന നന്മയും തിന്മയൊക്കെ ആ രണ്ടാളുകളും കാണുന്നുണ്ട് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാവേണ്ടതാണ്. ആ ബോധം ഉണ്ടാകുമ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ഒരുപാട് ചെയ്തു മുന്നേറാനുമുള്ള ഒരു തോന്നലും മനസ്സും തൗഫീഖും നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. നരകം ഒരു സെക്കൻഡ് പോലും തൊടാതെ നാളെ ആഖിറത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പവും ഇതുപോലെയുള്ള മഹാന്മാരോട് കൂടെയും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.